കർണാടകയിൽ മടിവാളയിൽ 20-കാരിയായ ഒരു മലയാളി വിദ്യാർത്ഥിനിയെ സുൽത്താൻ ബത്തേരിക്കാരനായ ഹൈനാസ് എന്നൊരു വ്യക്തി ബലാത്സംഗം ചെയ്തു. ഇത് സംബന്ധിച്ച വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ അധികമൊന്നും പ്രേക്ഷകർ കണ്ടിരിക്കാനോ കേട്ടിരിക്കുവാനോ ഇടയില്ല. കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ അത്രയൊന്നും പ്രാധാന്യം നൽകാത്തൊരു വാർത്തയായിരുന്നു ഇത്. പക്ഷേ ഈ വാർത്തയെ സംബന്ധിച്ച് ഇപ്പോൾ പ്രേക്ഷകരുമായി കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഈ മടിവാളയിൽ ഈ സംഭവം നടന്നിട്ടിപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുകളിലായി. ഒരാഴ്ചയല്ല, ഒരു 2 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ട് ഈ സംഭവം നടന്നിട്ട്. ഈ സംഭവം നടന്ന് കൃത്യമായിട്ട് തന്നെ ആ ഇരയായ പെൺകുട്ടി മടിവാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം മടിവാള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ആ പെൺകുട്ടിയോട് വളരെ ഹീനമായ രീതിയിൽ പെരുമാറുകയും ഒത്തുതീർപ്പിന് ശ്രമിക്കുവാൻ നിർദ്ദേശിക്കുകയുമാണ് ചെയ്തത്. FIR രജിസ്റ്റർ ചെയ്തില്ല എന്ന് മാത്രമല്ല, വൈദ്യപരിശോധനയ്ക്ക് ആ പെൺകുട്ടിയെ വിധേയയാക്കുവാൻ അവർ വിസമ്മതിക്കുകയും ചെയ്തു. അതാണ് ഇതിലെ പ്രധാന പ്രശ്നം. കാരണം വൈദ്യപരിശോധന ഒരു കൃത്യസമയത്തിനുള്ളിൽ നടത്തിയില്ലെങ്കിൽ ബലാത്സംഗം സംബന്ധിച്ച തെളിവുകൾ നഷ്ടമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരത്തിലുള്ളൊരു സമയദൈർഘ്യം സൃഷ്ടിച്ച് പ്രതികളെ രക്ഷിക്കുവാൻ മടിവാള പോലീസ് യാതൊരു ലജ്ജയുമില്ലാതെ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാന പ്രശ്നം. ഇനി പ്രതികളിലേക്ക് വന്നാൽ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഈ ഹൈനാസ് എന്ന പ്രതി സുൽത്താൻ ബത്തേരിക്കാരനാണ്. ഈ പെൺകുട്ടി ഒരു പാർട്ട് ടൈമായിട്ട് ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു കഫേയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ആ കഫേ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒത്തുകൂടലിന് വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി ഈ സംഭവം നടന്ന ദിവസം അവിടെ എത്തുന്നത്. ഈ ഹൈനാസ് എന്ന വ്യക്തിയും അവിടെ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഈ ഹൈനാസ് ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെ ഒരു സൗഹൃദ വലയത്തിലുള്ളയാളാണോ, ഇത് സംബന്ധിച്ച യാതൊരു അന്വേഷണവും ഇപ്പോൾ നടക്കുന്നില്ല. അല്ലെങ്കിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത്തരത്തിലുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. കാരണം ഈ ഹൈനാസിൻ്റെ സാന്നിധ്യത്തെ സംബന്ധിച്ച് ഒരുപാട് നിഗൂഢതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ഭക്ഷണം വാങ്ങാൻ പോയ സമയത്താണ് ഹൈനാസ് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ച് പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ തിരികെ എത്തി ഹൈനാസിനെ കൈകാര്യം ചെയ്യുകയും ഹൈനാസ് മാപ്പ് പറയുകയും ചെയ്യുന്നൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അതിനുശേഷം ഹൈനാസ് അയാളുടെ സ്വാധീനത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ കൊണ്ട് പരാതി നൽകിക്കുവാതിരിക്കുവാനുള്ള സകല ശ്രമങ്ങളും നടത്തി ഭീഷണിയായി തന്നെ മടിവാള പോലീസിൽ സ്വാധീനം ചെലുത്തുവാൻ തക്ക ഒരു ശക്തനാണ് ഹൈനാസ് എന്നുള്ളതും ഉറപ്പാണ്.